നമസ്കാരം. ഗൂഗിൾ AI ജെമിനിയോട് ചോദിച്ചപ്പോൾ നരേന്ദ്രമോദി ഫാസിസ്റ്റ് ആണെന്ന് ഉത്തരം നൽകിയതിൻ്റെ പേരിൽ വിവാദം പുകയുമ്പോൾ UP സർക്കാർ സ്വീകരിച്ച ഒരു ഫാസിസ്റ്റ് നടപടി കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. കയറ്റുമതിക്കായി ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ഒഴികെ ഹലാൽ സർട്ടിഫിക്കേഷനുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം, സംഭരണം, വിൽപ്പന, വിതരണം എന്നിവ സംസ്ഥാനത്തിനുള്ളിൽ നിരോധിച്ചുകൊണ്ടുള്ള വിജ്ഞാപനത്തെ ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ഉത്തർപ്രദേശ് സർക്കാരിനോടും ബന്ധപ്പെട്ടവരോടും സുപ്രീം കോടതി വ്യാഴാഴ്ച പ്രതികരണം തേടി. 2006 ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പ്രകാരം ഉത്തർപ്രദേശിലെ ഫുഡ് സേഫ്റ്റി ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ കമ്മീഷണറുടെ ഓഫീസ് 2023 നവംബർ 18 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് കേസിന് ആധാരം. ജാമിയത്ത് ഉലമ ഐ ഹിന്ദ് ഹലാൽ ട്രസ്റ്റ് സമർപ്പിച്ച ഹർജിയിൽ പ്രതികരണം തേടി സംസ്ഥാന സർക്കാരിനും മറ്റുള്ളവർക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ഹലാൽ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കേസിൽ ലക്നൌവിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട FIRുമായി ബന്ധപ്പെട്ട് ട്രസ്റ്റിനും ഭാരവാഹികൾക്കുമെതിരെ നിർബന്ധിത നടപടികളൊന്നും സ്വീകരിക്കില്ലെന്ന് ജസ്റ്റിസുമാരായ BR ഗവായ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. ഹർജിക്കാരൻ ഇതിനകം കേസന്വേഷണത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും പോലീസ് ആവശ്യപ്പെട്ട എല്ലാ രേഖകളും ഹാജരാക്കിയിട്ടുണ്ടെന്നും ജാമിയത്ത് ഉലമ ഐ ഹിന്ദ് ഹലാൽ ട്രസ്റ്റിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ MR ഷംഷാദ് ബെഞ്ചിനെ അറിയിച്ചു. എന്നിട്ടും ട്രസ്റ്റിൻ്റെ പ്രസിഡന്റിനെ വിളിച്ചു വരുത്താൻ സംസ്ഥാന പോലീസ് ശ്രമിക്കുന്നുവെന്ന് അദ്ദേഹം പരാതിപ്പെട്ടു. ഹർജിയിൽ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനിടെ ഹർജിക്കാരനോ അതിൻ്റെ ഭാരവാഹികൾക്കോ എതിരെ നിർബന്ധിത നടപടികളൊന്നും സ്വീകരിക്കരുതെന്ന് ഞങ്ങൾ നിർദ്ദേശിക്കുന്നു എന്ന് ബെഞ്ച് ഉത്തരവിട്ടു. വിജ്ഞാപനം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടതിനു പുറമെ FIRുമായി ബന്ധപ്പെട്ട് ഹർജി നൽകുന്ന ട്രസ്റ്റിനോ അതിലെ ജീവനക്കാർക്കോ എതിരെ നിർബന്ധിത നടപടിയൊന്നും എടുത്തിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. FIR റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമാനമായ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന 2 വ്യത്യസ്ത ഹർജികൾക്കൊപ്പം ഈ ഹർജിയും പരിഗണിക്കണമെന്ന് ബെഞ്ച് പറഞ്ഞു. വിജ്ഞാപനം ചോദ്യം ചെയ്തുള്ള 2 വ്യത്യസ്ത ഹർജികളിൽ ജനുവരി 5 സുപ്രീം കോടതി ഉത്തർപ്രദേശ് സർക്കാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും പ്രതികരണം തേടിയിരുന്നു. ഹലാൽ എന്ന അറബി പദമാണ് നിയമപരവും അനുവദനീയവും എന്ന് ട്രസ്റ്റ് ഹർജിയിൽ പറയുന്നു. ഹലാൽ എന്നാൽ നിഷിദ്ധമല്ലാത്തതെല്ലാം എന്നാണ് അർത്ഥം. മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്ന പ്രക്രിയയുമായി മാത്രം ബന്ധപ്പെടുത്തി ഹലാൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഹലാൽ സർട്ടിഫിക്കേഷൻ ഇന്ത്യയിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ലെന്നും യുണൈറ്റഡ് കിങ്ഡം, വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ, ജപ്പാൻ, റഷ്യ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലും ഇത് ബാധകമാണെന്നും ഹർജി അവകാശപ്പെടുന്നുണ്ട്. 1882 ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് പ്രകാരം 2009 ഹർജിക്കാരൻ ട്രസ്റ്റ് സ്ഥാപിച്ചത്. ഹലാൽ ഫുഡ്സ് ഉൽപ്പന്നങ്ങൾക്കായുള്ള മറ്റ് ജോലികൾക്കായി സ്ഥാപിത മാനദണ്ഡങ്ങൾക്കനുസൃതമായി ശരിയായ പരിശോധന, വിശകലനം എന്നിവയ്ക്ക് ശേഷം ഹലാൽ ഭക്ഷണങ്ങൾ, മൃഗ ഉൽപ്പന്നങ്ങൾ, ചേരുവകൾ, മറ്റ് അനുബന്ധ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതി സുഗമമാക്കുന്നതിന് അപേക്ഷകൻ സന്നദ്ധ സർട്ടിഫിക്കറ്റും നൽകുന്നുണ്ട്. FIRൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ഹലാൽ സർട്ടിഫിക്കേഷന്റെ കളങ്കരഹിതമായ പ്രശസ്തി ആഗോളതലത്തിലും രാജ്യത്തിനകത്തും നേടിയതിന്റെ പേരിൽ ട്രസ്റ്റ് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ പറയുന്നുണ്ട്. മാംസേതര ഭക്ഷണം കൂടാതെ ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങൾക്കായി അപേക്ഷകർക്ക് ട്രസ്റ്റ് ഹലാൽ സർട്ടിഫിക്കറ്റ് നൽകുന്നത് രാജ്യത്തെ നിയമപ്രകാരമാണ്. രാജ്യത്തെ ഒരു നിയമത്തിനും വിരുദ്ധവുമല്ല. അതുപോലെ ഹലാൽ സർട്ടിഫിക്കേഷനുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വിപണിയിലെ ഉപഭോക്താക്കൾക്ക് മേൽ യാതൊരു നിർബന്ധവുമില്ല. അതിനാൽ ഹലാൽ സർട്ടിഫിക്കേഷൻ തേടുന്നതും ഹലാൽ സർട്ടിഫിക്കേഷനുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതും നിർമ്മാതാക്കളുടെയും ഉപഭോക്താക്കളുടെയും തെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. സാമുദായിക അടിസ്ഥാനത്തിൽ വിപണിയെ ധ്രുവീകരിക്കുന്നു എന്ന ഹർജിക്കാരനെതിരെയുള്ള ആരോപണങ്ങൾ തീർത്തും ദുരുദ്ദേശപരവും ഗൂഢാലോചനയുള്ളതുമാണ്. ഇങ്ങനെയൊക്കെയാണ് കേസിൽ കോടതിയിൽ നടന്ന വാദം പുരോഗമിച്ചത്. ഒരാൾ എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം എന്നൊക്കെ ഭരണകൂടങ്ങൾ തീരുമാനിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് UP സർക്കാർ നിയമപാലനം നടത്തുന്നതിൻ്റെ ഭാഗമായാണ് ഹലാൽ സർട്ടിഫിക്കേഷനെതിരെ നിരോധന നടപടി സ്വീകരിച്ചത്. ഒരു രാജ്യവും ഭരണാധികാരിയും ഏതൊക്കെ രീതിയിൽ ഫാസിസ്റ്റ് ആവുന്നു എന്നതിന് തെളിവായി കണക്കാക്കാവുന്ന നടപടിയാണ് UP ഗവൺമെൻറ്റിൽ നിന്നും ഉണ്ടായത്. ഇതിൽ കോടതി എന്ത് തീർപ്പ് കൽപ്പിക്കും എന്ന് കാത്തിരുന്ന് കാണാം.